നമസ്കാരം. ഹൈ റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അത് ഷോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുൾ ലെങ്ത് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള രീതിയിലാണോ അപ്ലോഡ് ചെയ്യുന്നത്? അത് എന്താ പറയുക, എനിക്ക് നല്ലപോലെ അറിയാവുന്ന എന്താ പറയുക, എന്നാൽ കുറച്ച്, അതായത് ചിലപ്പം 1, 2, 3, 5, 5K സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ വരെ തെറ്റിക്കുന്നൊരു പ്രധാന കാര്യമാണത്. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ വളരെ നമുക്ക് ഒരുപാട് പ്രശ്നം, നമ്മുടെ വ്യൂസിനെ ബാധിക്കും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് യൂട്യൂബ് ആൽഗോരിതം. എന്താണ് യൂട്യൂബ് ആൽഗോരിതം? നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് യൂട്യൂബ് ആൽഗോരിതത്തിലൂടെയാണ് നമുക്കിഷ്ടപ്പെട്ട വീഡിയോ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു AI സംവിധാനമാണ് യൂട്യൂബ് ആൽഗോരിതം. മനസ്സിലായിട്ടില്ലെന്നറിയാം. അതായത് ഒരുപാട് പേർക്ക് ഇത് ഞാൻ പറയുന്നത് എപ്പോഴും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരുപാട് വലിയ യൂട്യൂബർമാരോടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. സാധാരണ, അതായത് വളർന്നു വരുന്ന എങ്ങനെയും എന്താ പറയുക, ഈ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എങ്ങനെ നമുക്ക് വിജയിക്കാം എന്ന് ഇരിക്കുന്നവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ആൽഗോരിതത്തിലൂടെയാണ് നമ്മുടെ ഓരോ വീഡിയോയും ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കൊടുക്കുന്ന കീവേഡ്സ്, നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ, നമ്മൾ കൊടുക്കുന്ന ടാഗ്, നമ്മൾ കൊടുക്കുന്ന ഹാഷ്ടാഗ്, ഇതനുസരിച്ചാണ് ഈ ആൽഗോരിതം പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്, ഫുഡ് വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചു. അപ്പോൾ നമ്മൾ ഹാഷ്ടാഗ് എന്ത് ചെയ്യും? ഭയങ്കര സൗണ്ട് കേട്ടോ വണ്ടിയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹാഷ്ടാഗ് എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? അതായത് ഹാഷ്ടാഗ് ഫുഡ്, ഹാഷ്ടാഗ് കേരള ഫുഡ് റെസിപ്പി, കേരള ബെസ്റ്റ് ഫുഡ്, കേരള ബെസ്റ്റ് തട്ടുകട, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കൊടുക്കും. അപ്പം അതനുസരിച്ചായിരിക്കും ഈ ആൽഗോരിതം ഈ ആൽഗോരിതം പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് നമ്മുടെ ഈ അപ്ലോഡിങ്ങിനെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു, അത് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്സ് ആയിക്കോട്ടെ, നമ്മളിതെങ്ങനെ ഇടണം? സാധാരണ നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബിൽ നിങ്ങൾ നേരെ അതെടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ടൈറ്റിൽ കൊടുക്കുന്നു, ശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷനകത്ത് ഹാഷ്ടാഗ് കൊടുക്കുന്നു, ശേഷം താഴേക്ക് വന്നിട്ട് ഏത് കാറ്റഗറിയാണെന്ന് വേണ്ട അത് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ടാഗ് കൊടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ടാഗ് കൊടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? പബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അതിന് മുൻപ് കൊടുത്തതെല്ലാം വളരെ കറക്റ്റ് ആണെങ്കിലും ഈ പബ്ലിഷ് കൊടുക്കരുത്. എന്ത് ചെയ്യണം? ഷെഡ്യൂൾ കൊടുക്കണം. ഈ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഒരു വീഡിയോ എടുക്കുന്നു. ഇപ്പം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ആ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതെന്ന് വെക്കുക. 5 മണിക്ക് നമ്മൾ നേരെ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്യൂബിനാകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താണ്, ഏത് കാറ്റഗറിയിലേക്ക് വിടണം? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാതെ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്നൊരു 2 മണിക്കാണ് ആ വീഡിയോ പൂർത്തിയായെങ്കിൽ നിങ്ങൾ 2 മണിക്ക് ഇടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് 5 മണിക്ക് എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. മനസ്സിലായോ? ഇനി ഉദാഹരണത്തിന് നിങ്ങളുടെ വീഡിയോ എടുത്ത് ഇരുന്ന് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വീഡിയോ പൂർത്തീകരിക്കുന്നത് 5 മണിക്കാണെന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞ അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക. 5:30 കഴിഞ്ഞ്, അല്ലെ 5:30ക്ക്, അല്ലെ 6 മണിക്ക്, അങ്ങനെ ഒരു ടൈം കൊടുക്കുക. അതായത് എപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കണം. ആ വീഡിയോ യൂട്യൂബിനൊന്ന് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഹാഷ്ടാഗ്, നമ്മൾ കൊടുക്കുന്ന ടാഗ്, ഇതനുസരിച്ച് നമ്മുടെ വീഡിയോ ഇതെങ്ങോട്ടേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് യൂട്യൂബിലെ ആൽഗോരിതമാണ്. മനസ്സിലായോ? ഇപ്പോൾ അതായത് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ സംഭവം എത്തിക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു കാറ്റഗറി ചെയ്യുമല്ലോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്രയോ വീഡിയോസാണ് അപ്ലോഡ് ആകുന്നത്. അപ്പം ഈ വീഡിയോസ് അതാത് സ്ഥലങ്ങളിലേക്ക് കറക്റ്റ് വിടുന്നതെന്ന് പറയുന്നത് ഈ ഒരു AI സംവിധാനമാണ്, യൂട്യൂബിലെ AI സംവിധാനമാണ്. അതിനാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോ കറക്റ്റ് അങ്ങോട്ട് എത്തിക്കുന്നതിന് ഒരു ടൈം നിങ്ങൾ കൊടുക്കണം. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മെയിനായിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും, അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ യൂട്യൂബിൻ്റെ ജസ്റ്റ് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴേ അതിനകത്ത് നമുക്കിഷ്ടപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമുക്ക് സജസ്റ്റഡ് ആയിട്ട് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബ് ടിപ്സാണ് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്തെന്ന് വെച്ചോ. ഇന്ന് നമ്മൾ സെർച്ച് ചെയ്തു, നാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്ന എന്തായിരിക്കും, അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ആയിരിക്കും, പലരുടെയും വീഡിയോസ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മൾ ബിരിയാണി മേക്കിംഗ് എന്ന് വേണ്ട, ഇപ്പോൾ കേരള ദം ബിരിയാണി മേക്കിംഗ്, മലബാർ ദം ബിരിയാണി മേക്കിംഗ് കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ ലിസ്റ്റുകൾ വരും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ബാഗ് അടിച്ച് നമ്മൾ വേറെ ജോലിക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഈ ബിരിയാണി പല രീതിയിലുള്ള പലരും മേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, ദം ബിരിയാണി ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് വീണ്ടും സജഷനി വരുന്നത്. അപ്പോൾ ഈ സജഷനി വരാൻ കാരണം അത് പ്രവർത്തിക്കുന്നതാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. അതിനാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതാണ് AI, ഒരു AI സംവിധാനമാണത്. അപ്പോൾ അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന വീഡിയോ നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഗോരിതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ടൈം കൊടുക്കണ്ടേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നേരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടൈം കിട്ടാതെ വരും. പിന്നീട് എന്ത് ചെയ്യും? ഇത് പയ്യെ റൺ ചെയ്ത് ചിലപ്പോൾ അടുത്ത ആൽഗോരിതത്തിലായിരിക്കും നമ്മുടെ ഇത് വരുന്നത്. ചിലപ്പം കയറി പോകും, ചിലപ്പം താഴേക്ക് പോകും, നമ്മളെ ശ്രദ്ധിക്കപ്പെടാതെ പോകും. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പബ്ലിഷിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ടൈം കൊടുക്കുകയാണെന്ന് വെച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് 4 മണിക്ക് എടുത്തിട്ട് 5 മണിക്ക് എടുത്തിട്ട് 6, ഇപ്പം അതായത് അപ്ലോഡിങ്ങിന് ശേഷം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ ടൈമാണ് ഒരു മണിക്കൂർ, അരമണിക്കൂർ ആ ടൈം കൊടുക്കുകയാണെങ്കിൽ ഈ ആൽഗോരിതത്തിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ഏത് കാറ്റഗറിയിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും പറയാനാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആയാലും രണ്ടായാലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ അല്ലാതെ ചെയ്തിട്ടും ചില വീഡിയോ കയറുന്നുണ്ടല്ലോ, കുഴപ്പമില്ലോ, പ്രവർത്തിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അറിയാത്തവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.